Dear students, okay, we are going to learn about I.A. Richards, one of the great critics in English literature. Okay, listen. I.A. Richards is one of the most influential figures of 20th century literary criticism. Literary criticismത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു ഫിഗേഴ്സ് ആയിരുന്നു who provided a scientific basis for critical exercise. ബേസിക്കായിട്ട് ഒരു സയൻറ്റിഫിക് ബേസിസ് എന്ന് പറഞ്ഞാൽ ക്രിറ്റിസത്തിന് ഒരു സയൻറ്റിഫിക് ബേസിസ് നൽകിയ ഒരു വ്യക്തിയായിരുന്നു ആര് I.A. റിച്ചാർഡ്സ് എന്നുള്ളത് പ്രത്യേകിച്ച് അടിവരട്ട് മനസ്സിലാക്കുക. He provided a scientific basis for critical exercise. He was born in Cheshire. He studied philosophy at Cambridge University and later became teaching faculty in Magdalene College, Cambridge, and in China, and finally in Harvard. His seminal works include അദ്ദേഹത്തിൻ്റെ ബേസിക് വർക്കുകൾ പ്രിൻസിപ്പിൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, ഇൻ്റർപ്രിട്ടേഷൻ ഇൻ ടീച്ചിങ്, കോളേജ് ഇൻ ഓൺ ഇമാജിനേഷൻ. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ്. ദ ഫൗണ്ടേഷൻ ഓഫ് എസ്തെറ്റിക്സ് വിത്ത് C.K. ഓഗ്ടൺ ആൻഡ് ജെയിംസ് വുഡ് അവരുമായിട്ട് ചേർന്നുണ്ടാക്കിയിട്ടുള്ള ആ ഒരു കൃതി. റിച്ചാർഡ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് പയനിയർ ഓഫ് ന്യൂ ക്രിറ്റിസം. ന്യൂ ക്രിറ്റിസത്തിൻ്റെ ഒരു മുന്നേ നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ട ഒരാളാണ് റിച്ചാർഡ്. ആൻഡ് ഹീ ഈസ് ഓൾസോ ബെസ്റ്റ് നോൺ ഫോർ ഹിസ് അഡ്വാൻസിങ് ദ ക്ലോസ് റീഡിങ് ഓഫ് ലിറ്ററേച്ചർ. അദ്ദേഹത്തിന് ഏറ്റവും സാഹിത്യത്തെ കൂടുതൽ അടുത്ത് വായിക്കാൻ ഫോർ ആർട്ടിക്കുലേറ്റിംഗ് ദ തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസ് അപ്പോൺ വിച്ച് ദി സ്കിൽസ് ലീഡ്. അതായത് അതിലെ പ്രത്യേക തിയററ്റിക്കൽ പ്രിൻസിപ്പിൾസിന് എന്ത് ചെയ്യാൻ നിർമ്മിക്കുന്നതിന് വേണ്ടി എന്നർത്ഥം. അപ്പോൺ വിച്ച് ദി സ്കിൽസ് ലീഡ് ടു അതിലൂടെ എന്ത് നയിക്കുന്നു പ്രാക്ടിക്കൽ ക്രിറ്റിസത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു സാഹിത്യകൃതികളിൽ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നതിലേക്ക് കൊണ്ടുവരുന്നതിന് എ മെത്തേഡ് ഓഫ് ഇൻക്രീസിങ് റീഡേഴ്സ് അനലിറ്റിക് പവേഴ്സ്. ആ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് വിൽ ഇൻക്രീസ് ദ റീഡേഴ്സ് അനലിറ്റിക് പവർ. ഒരു സാഹിത്യകൃതിയെ വിശകലനം ചെയ്യാനുള്ള കഴിവ് വായനക്കാരനെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ ക്രിറ്റിസിസം വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദ 4 kinds of meaning, functions of language. In practical criticism, he talks about the functions of language. Basically, അദ്ദേഹത്തിന് പ്രാക്ടിക്കൽ ക്രിറ്റിസത്തിൽ അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തമാണ് പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നുള്ളത് ഓർത്ത് വെക്കുക. അതിൽ അദ്ദേഹം പറയുന്നത് functions of language. Basically, he points out 4 types of functions or meaning that the language has to perform. ഒരു ഭാഷക്കുള്ള 4 തരത്തിലുള്ള ഫങ്ഷൻസ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. അതായത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. The first functions For the first function of language, it is sense. What speaker or author speaks is sense. What is sense? The what speaker or author speaks is sense. ഒരു സ്പീക്കർ അല്ലെങ്കിൽ ഓതർ എന്താണ് അവർ ഷെയർ ചെയ്യുന്നത്, അവർ സംസാരിക്കുന്നത് എന്തോ, that is sense. The thing that the writer conveys is sense. And also the thing that the writer conveys. ഒരു എഴുത്തുകാരൻ, ഒരു ഓതർ അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ കൺവേ ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത് എന്തോ, that is sense. Sense in his words. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വി സ്പീക്ക് ടു സേ സംതിങ്, നമ്മൾ സംസാരിക്കുന്നുണ്ട് ടു സേ സംതിങ്, എന്തെങ്കിലും പറയുന്നതിന് വേണ്ടി. ആൻഡ് വെൻ വി ലിസൺ വി എക്സ്പെക്റ്റ് സംതിങ് ടു ബി സെഡ്, നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്ന എന്തിനെ, സംതിങ് ടു ബി സെഡ്, പറയപ്പെടാൻ. ഹിയർ ദ സ്പീക്കർ സ്പീക്സ് ടു അറൗസ് ദ റീഡേഴ്സ് തോട്ട്സ്. അപ്പോൾ ഇപ്പോൾ ഇത്തരം ഒരു സന്ദർഭങ്ങളിൽ ഒരു സ്പീക്കർ സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, ടു അറൗസ് തോട്ട്സ്. ആ വായനക്കാരനിൽ എന്തുണ്ടാക്കണം, ചില ചിന്തകളെ അവരിൽ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ലാംഗ്വേജ് ഈസ് വെരി സ്ട്രൈറ്റ് ഫോർവേഡ് വിച്ച് ഈസ് ഡിസ്ക്രിപ്റ്റീവ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വെരി സ്ട്രൈറ്റ് ഫോർവേഡ്, നേരെ എന്ന് പറഞ്ഞാൽ, വിച്ച് ഈസ് ഡിസ്ക്രിപ്റ്റീവ്, വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് വിശകലനം ചെയ്തുകൊണ്ടുള്ളതാണ്. ദിസ് ലാംഗ്വേജ് ഈസ് നോട്ട് പോയറ്റിക്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇസ് നോട്ട് പോയറ്റിക്, അതൊരിക്കലും എന്തല്ല പോയറ്റിക്കൽ. വേർഡ്സ് ആർ യൂസ്ഡ് ടു ഡയറക്റ്റ് ദ ഹെറേഴ്സ് അറ്റ് അട്രാക്ഷൻ. നമ്മൾ വാക്കുകൾ അവിടെ ഉപയോഗിക്കപ്പെടുന്നത് ടു ഡയറക്റ്റ് ദ ഹെറോയ്സ് അട്രാക്ഷൻ അപ്പോൺ സം സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് ഓർ ടു എക്സൈറ്റ് ദം. ഒന്നുകിൽ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അവരുടെ ആ ശ്രദ്ധ പിടിച്ചു കൊണ്ടുവരാനാവണം, അല്ലെങ്കിൽ ടു എക്സൈറ്റ് ദം, അല്ലെങ്കിൽ അവരെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി ആവണം എന്ത് ചെയ്യേണ്ടത്, വാക്കുകൾ എന്ന് പറഞ്ഞ ഭാഷ അവിടെ ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇദ്ദേഹം ഒന്നാമത്തെ ഫംഗ്ഷനായിട്ട്. ലാംഗ്വേജിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഭാഷ ഒരു എഴുത്തുകാരൻ ഉപയോഗിക്കുമ്പോൾ അത് വായനക്കാരൻ്റെ പ്രത്യേക ചിന്തകൾ, എക്സൈറ്റ്മെൻറ്റുകൾ ഉണ്ടാക്കുന്നതിനുള്ളതാവണം എന്നാണ് ഈ ഫസ്റ്റ് ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. ഇറ്റ് മീൻസ് സെൻസ്. രണ്ടാമതായി പറയുന്നത് ദ സെക്കൻഡ് വൺ ഫീലിംഗ് ആണ്. ഫീലിംഗ് ഈസ് ദ റൈറ്റേഴ്സ് ഇമോഷണൽ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ സബ്ജക്റ്റ്. വാട്ട് ഈസ് ഫീലിംഗ് എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഫീലിംഗ് ഈസ് ദ റൈറ്റേഴ്സ് ഇമോഷണൽ ആറ്റിറ്റ്യൂഡ്. എഴുത്തുകാരനുണ്ടാകുന്ന വൈകാരികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദി സബ്ജക്റ്റ്. ആ വിഷയത്തോട് അദ്ദേഹം കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ടുള്ള അവസ്ഥകൾ, അതിനെയാണ് എന്ത് ചെയ്യുന്നത്
ഫീലിംഗ് എന്ന് ഇവിടെ ഉദ്ദേശിക്കും. ഇറ്റ് മീൻസ് ദ റൈറ്റേഴ്സ് അറ്റാച്ച്മെൻറ്റ് ടു ഓർ ഡിറ്റാച്ച്മെൻറ്റ് ടു ദ സബ്ജക്റ്റ് ഈസ് ഫീലിംഗ്. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ എഴുത്തുകാരൻ്റെ ബന്ധം അല്ലെങ്കിൽ അതിനോടുള്ള പിന്നെ അകൽച്ച, അതാണ് യഥാർത്ഥത്തിൽ സബ്ജക്റ്റ് ഈസ് ടു ദ സബ്ജക്റ്റ്, ആ വിഷയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു എഴുത്തുകാരൻ എന്ത് ചെയ്യുന്നു, ഒരു വിഷയത്തെ ഉള്ളറിഞ്ഞ് മനസ്സറിഞ്ഞ് അദ്ദേഹം അതിൻ്റെ ഫീലിങ്ങുകളൊക്കെ പ്രകടിപ്പിച്ച് എഴുതുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലോ. അതേ സമയത്ത് അത് വെറുതെ എന്തോ എഴുതി പോകുന്നു അതാണ് ഡിറ്റാച്ച്മെൻറ്റ് ടു ദ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ. ഫീലിംഗ് എന്ന് പറയുന്നതിന് മറ്റൊരർത്ഥത്തിൽ പറയാൻ ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ, അദ്ദേഹത്തിൻ്റെ പ്രകടനം, ഒരാശയ പ്രകടനമാണ്. ദ സ്പീക്കർ ഓർ റൈറ്റർ യൂസസ് ലാംഗ്വേജ് ടു എക്സ്പ്രസ് ഹിസ് വ്യൂസ്. ഇവിടെ സ്പീക്കർ ചെയ്യുന്നത് ട്രൈ ടു യൂസ് ദ ലാംഗ്വേജ് ടു എക്സ്പ്രസ് ഹിസ് വ്യൂസ്. ഫോർ പോയട്രി ഇമോഷൻ ഈസ് ഇനെവിറ്റബിൾ. ബട്ട് ദ പോയട്രി ഇമോഷൻ ഈസ് ഇനെവിറ്റബിൾ, ഇറ്റ് ഈസ് കമ്പൽസറി എന്നർത്ഥം. ഇമോഷൻ എന്ന് പറയുന്നത് പോയട്രിയെ സംബന്ധിച്ച് എന്താണ്, നിർബന്ധമാണ്. എസ്പെഷ്യലി ഇൻ എ ലിറിക് പോയം, പ്രത്യേകിച്ചും ലിറിക് പോയട്രികളിലൊക്കെ ഇമോഷൻസ് പ്ലേസ് എ വൈറ്റൽ റോൾ. ഈ പിന്നെ ലിറിക് പോയട്രികളിലൊക്കെ ഇമോഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വളരെ സുപ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് വൺ ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുകാരൻ എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇമോഷണൽ ആറ്റിറ്റ്യൂഡ് എന്നർത്ഥം. അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള വൈകാരികപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ സമീപനത്തെയാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം സെക്കൻഡ് ലാംഗ്വേജിൻ്റെ എലമെൻ്റായിട്ട്, ലാംഗ്വേജിൻ്റെ ഫങ്ഷനായിക്കൊണ്ട് കൊണ്ടുവരുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ടോൺ. Tone denotes the attitude of speaker towards his listener. Tone എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സ്പീക്കർ ടുവാർഡ്സ് ഹിസ് ലിസണറോടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെയാണ് എന്തെന്നത് ടോൺ എന്ന് പറയുന്നത്. ദർ ഈസ് എ കൈൻഡ് ഓഫ് റിലേഷൻ ബിറ്റ്വീൻ സ്പീക്കർ ആൻഡ് ലിസണർ. There is a relation between this speaker and listener. Since the speaker is aware of his relationship with the language and with the listener, he changes the level of words as the level of audience changes. When the speaker talks or shares his thoughts with this people or with these listeners, he is aware of his relationship with the language. അദ്ദേഹത്തിന് എന്തുണ്ട്, തൻ്റെ ആ ഭാഷയുമായിട്ടുള്ള ആ ലിസണേഴ്സുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഒരാൾ ഒരു സാധാ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ടോണ് വ്യത്യാസം ഉണ്ടാവും. അതേസമയത്ത് ഒരു വളരെ ഒരു ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസിനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഓഡിയൻസിൻ്റെ കുറിച്ചുള്ള അവരെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ചേഞ്ച് എന്നർത്ഥം. അപ്പോൾ സിൻസ് ദ സ്പീക്കർ ഇസ് അവെയർ ഓഫ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ലാംഗ്വേജ്, അദ്ദേഹത്തിന് അറിയാം തൻ്റെ ഭാഷയുമായിട്ടുള്ള ബന്ധവും ലിസണറുമായും ഉള്ള ബന്ധവും. അതുകൊണ്ട് തന്നെ ഹി ചേഞ്ചസ് ദ ലെവൽ ഓഫ് വേർഡ്സ് ആസ് ദ ലെവൽ ഓഫ് ഓഡിയൻസ് ചേഞ്ചസ്. ഓഡിയൻസ് മാറുന്നതിനനുസരിച്ച് അദ്ദേഹം എന്ത് ചെയ്യാം, തൻ്റെ ഭാഷയിലുള്ള ചേഞ്ചുകളും വരുത്തിയേക്കാം, ടോണിലൊക്കെ ചേഞ്ച് വരുത്തിയേക്കാം എന്നർത്ഥം. ഇറ്റ് മീൻസ് ടോൺ വാരീസ് ഫ്രം ലിസണർ ടു ലിസണർ എന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരിക്കുമ്പോൾ, ഒരു എഴുത്തുകാരൻ എഴുതുമ്പോൾ തൻ്റെ ലിസണർ ഏതാണോ അതിനെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, തൻ്റെ ടോണുകളിൽ ചേഞ്ച് വരുത്തുന്നത്. The fourth one, intention. The functions of language, in the opinion of Richard. The fourth one is intention. Feeling is only a state of mind. And the intention എന്ന് പറയുന്നത് നമ്മുടെ ഉദ്ദേശം എന്നാണ് മലയാളത്തിൽ. ഫീലിംഗ് ഈസ് ഓൺലി ദ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഓൺലി സ്റ്റേറ്റ് ഓഫ് ദ മൈൻഡ്. നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു അവസ്ഥക്കാണെന്ന് പറയുന്നത് ഫീലിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഇംപ്ലൈ ആൻ ഒബ്ജക്റ്റ്, നെവർ ഇൻഡിക്കേറ്റ് ആൻ ഒബ്ജക്റ്റ്. ബട്ട് ഇൻറ്റൻഷൻ ഹാസ് ആൻ ഒബ്ജക്റ്റ്. ഇൻറ്റൻഷൻ എന്തുണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. ദ ഇൻറ്റൻഷൻ ഈസ് ദ റൈറ്റേഴ്സ് എയിം വിച്ച് മേ ബി കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ്. അപ്പോൾ ഇവിടെ ഇൻറ്റൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റേഴ്സ് എയിം ആണ്, അദ്ദേഹത്തിൻ്റെ പർപ്പസ്, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. വിച്ച് മേ ബി കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ്. ഇറ്റ് ക്യാൻ ബി കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഇഫക്റ്റ് ഓൺ ട്രൈസ് ടു പ്രൊഡ്യൂസ്. അത് എന്ത് ചെയ്യുന്നുണ്ട്, സൂചിപ്പിക്കുന്നത് ടു ദ എഫക്റ്റ് ഓൺ ട്രൈസ് ടു പ്രൊഡ്യൂസ്. അത് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ഇഫക്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ വായനക്കാരിൽ അല്ലെങ്കിൽ ലിസണേഴ്സ് ഉണ്ടാക്കുന്ന ഒരു ഇഫക്റ്റിനെ. ദിസ് പർപ്പസ് മോഡിഫൈസ് ദ എക്സ്പ്രഷൻ. അതെന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രഷനെ മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഇറ്റ് കൺട്രോൾസ് ദ എംഫസിസ് ഷേപ്സ് ദ അറേഞ്ച്മെൻറ്റ് ടു ഡ്രോസ് അറ്റൻഷൻ ടു സംതിങ് ഓഫ് ഇമ്പോർട്ടൻസ്. അത് കൺട്രോൾ ചെയ്യുന്ന എന്തിനാ, ദ എംഫസിസ് ഷേപ്സ് ദാറ്റ് അറേഞ്ച് ടു എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്, പ്രത്യേകമായ പ്രാധാന്യമുള്ളൊരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോവേണ്ടതുണ്ട് എന്നുള്ളതിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു കാര്യം ഈ ഇൻറ്റൻഷൻ എന്ന് പറയുന്ന കാര്യം അവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ വായനക്കാരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം 4 കാര്യങ്ങളാണ് ഫോർ ഫങ്ഷൻസ് ആണ്, ദ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്, ദ 4 കൈൻഡ്സ് ഓഫ് മീനിങ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നത്. ഒന്നാമത്തത് സെൻസ് ആണ്, സെക്കൻഡ് വൺ ഫീലിംഗ്, തേർഡ് വൺ ടോൺ ആൻഡ് ഫോർത്ത് വൺ ഇൻറ്റൻഷൻ. ഇൻ പ്രാക്ടിക്കൽ ക്രിറ്റിസം,
അദ്ദേഹത്തിൻ്റെ ഈ പ്രാക്ടിക്കൽ ക്രിറ്റിസം എന്ന് പറയുന്ന ഈ സിദ്ധാന്തം റിച്ചാർഡ്സ് എക്സംപ്ലിഫൈസ് ഹൗ വൺ ഓർ ദ അതർ ഓഫ് ദ എബോവ് മെൻഷൻഡ് ഫങ്ഷൻസ് മേ പ്രിഡൊമിനേറ്റ് ദ മീനിങ് കൺസേണിങ് ദ റൈറ്റേഴ്സ് ആൻഡ് അതായത് എഴുത്തുകാരൻ്റെ പിന്നെ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എഴുത്തുകാരനെ അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിനെ എത്രത്തോളം ഈ ബന്ധപ്പെട്ട് കിടക്കുന്നു ഈ 4 കാര്യങ്ങൾ എന്നുള്ളത് അദ്ദേഹം ചെയ്യുന്നുണ്ട് ഉദാഹരണ സഹിതം അവതരിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം. അത് ഏകദേശം ഈ 4 കാര്യങ്ങൾ ഒരു എഴുത്തുകാരനിൽ പിന്നെ ഉണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് ഉദാഹരണങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് തന്നെ. നെക്സ്റ്റ് ഈ ഡിസ്കസ് ഓൺ സയൻറ്റിഫിക് ആൻഡ് ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ്. ശാസ്ത്രീയപരമായ അല്ലെങ്കിൽ ഇമോട്ടീവ് ക്രിയേറ്റിംഗ് ഇമോഷൻസ് അത്തരം യൂസ് ഓഫ് ലാംഗ്വേജ് എന്നാണ്. They say the two use of language in practical criticism discusses the two different use of language. അദ്ദേഹത്തിൻ്റെ two uses of language എന്ന് പറയുന്നത് ഇൻ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എന്നുള്ള ഒരു കൃതി ഡിസ്കസസ് ദ ടു ഡിഫറെൻറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ്. ഭാഷയുടെ 2 യൂസേജുകളെയാണ് അത് ഡിസ്കസ് ചെയ്യുന്നത്. വൺ ഈസ് സയൻറ്റിഫിക് ആൻഡ് ദ അതർ വൺ ഈസ് ഇമോട്ടീവ്. അപ്പോൾ ഒന്നാമത്തേത് സയൻറ്റിഫിക്, ഭാഷ എന്ന് പറയുന്നത് സയൻറ്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജ് എന്നുള്ളതും അത് മറ്റൊന്ന് ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു കൃതിയിൽ ചർച്ച ചെയ്യുന്നത്. ഇൻ ദ സയൻറ്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജ് വി യൂഷ്വലി മാറ്റർ ഓഫ് ഫാക്റ്റ്. സയൻറ്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് എന്ന വാക്കിൻ്റെ ബേസ് തന്നെ എന്താണ്, ഫാക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളൂ. വി യൂഷ്വലി മാറ്റർ ഓഫ് ഫാക്റ്റ്, അവിടെ എന്ത് വേണം, വസ്തുതകൾ വേണം എന്നുള്ളതാണ്. വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ. ഓൾ ദ ആക്ടിവിറ്റീസ് കവേർഡ് ബൈ ദിസ് യൂസ് റിക്വയർ ആൻഡ് ഡിസോർട്ടഡ് റെഫറൻസസ് ആൻഡ് ദ അബ്സെൻസ് ഓഫ് ഫിക്ഷൻ. അവിടെ ഇത്തരം കാര്യങ്ങൾ, അതായത് സയൻറ്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എഴുതുന്നതിലെല്ലാം എന്ത് വേണം, യൂസ് റിക്വയർഡ് ആൻഡ് ഡിസ്റ്റോർട്ടഡ് റെഫറൻസസ്, കൃത്യമായ രീതിയിലുള്ള റെഫറൻസുകൾ എന്ന് പറഞ്ഞാൽ തെളിവുകൾ, സൂചനകൾ കൊടുക്കണം. ആൻഡ് ദ അബ്സെൻസ് ഓഫ് ഫിക്ഷൻ, അവിടെ ഒരു ഇമാജിനേഷൻ ഒരിക്കലും എന്ത് കൊടുക്കരുത്, സാധ്യത ഉണ്ടാവില്ല എന്നർത്ഥം. അത് അവിടെ ഇമാജിനേഷൻ ഉണ്ടാവില്ല, അവിടെ ഉണ്ടാകുന്നത് കൃത്യമായ വസ്തുതകൾ, തെളിവുകൾ വെച്ചുകൊണ്ടുള്ളതാവണം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് സയൻറ്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നിടത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. വി മേസ് യൂസ് എ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ഓർ ഫാൾസ് ഇൻ ദ സയൻറ്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജ്. നമ്മളൊരു പ്രസ്താവന കൊണ്ടുവരികയാണ്, ട്രൂ ഓർ ഫാൾസ്, അത് ശരിയാവട്ടെ തെറ്റാവട്ടെ, ഇൻ ദ സയൻറ്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജ്. ഒരു സയൻറ്റിഫിക് യൂസിൽ ആ ഒരു ഭാഷാ പ്രയോഗത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു പ്രസ്താവന കൊണ്ടുവരാം. ബട്ട് ഇറ്റ് മേ ആൾസോ ബി യൂസ് ടു ക്രിയേറ്റ് ഇമോഷൻസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ്. പക്ഷേ അതെന്തും ചെയ്തേക്കാം. ഇറ്റ് മേ ആൾസോ ബി യൂസ് ടു ക്രിയേറ്റ്, ആ ഒരു വാക്യങ്ങൾ ഇമോഷൻസ് ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും അത് കാരണമായേക്കാം എന്നർത്ഥം. ദിസ് ഈസ് ദ ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണ്, അത് യഥാർത്ഥത്തിൽ എന്തുണ്ടാക്കുന്നുണ്ട്, ഒരു ഇമോട്ടീവ്, അതായത് ഒരു ഇമോഷൻ, ആളുകളിലെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മാനസിക മാറ്റങ്ങൾ അത് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അതിന് നമുക്ക് പറയുന്നതാണ് എന്ത്, ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദ റെഫറൻഷ്യൽ ഓർ സയൻറ്റിഫിക് ലാംഗ്വേജ് റിലൈസ് ഓൺ ദ ലിറ്ററൽ സെൻസ് ഓഫ് ദ വേർഡ് വിച്ച് ഈസ് ഫിക്സ്ഡ് ആൻഡ് ഡിലിമിറ്റഡ്. ഈ റെഫറൻഷ്യൽ ഓർ സയൻറ്റിഫിക് ലാംഗ്വേജ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു ശാസ്ത്രീയമായ ഭാഷ എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ചും എന്തിനെ ആശ്രയിച്ചാണ്, ലിറ്ററൽ സെൻസ് ഓഫ് ദ വേർഡ്, ആ ഒരു വാക്കിൻ്റെ ലിറ്ററൽ സെൻസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, വിച്ച് ഈസ് ഫിക്സ്ഡ് ആൻഡ് ഡിലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു വാക്കിനും കൃത്യമായ അർത്ഥങ്ങളുണ്ടല്ലോ, ആ അർത്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും. ദർ ഈസ് നോ റൂം ഫോർ ഇമാജിനേഷൻ ഇൻ ദിസ് ലാംഗ്വേജ്. അതായത് സയൻറ്റിഫിക് ലാംഗ്വേജിൽ എന്തിനും സാധ്യതയില്ല, നോ പോസിബിലിറ്റി ഫോർ ഇമാജിനേഷൻ, നോ ചാൻസ് ഫോർ ഇമാജിനേഷൻ. കാരണം സയൻസ് എന്നുള്ള വാക്കിനെ നിങ്ങൾ എപ്പോഴും ഓർത്താൽ മതി, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ്, എവിഡൻസസ്, റെഫറൻസസ്. അതേസമയത്ത് വേറാസ് ഇമോട്ടീവ് ലാംഗ്വേജിലോ വേർഡ്സ് എവോക്ക് ഇമോഷൻസ് ഓർ ആറ്റിറ്റ്യൂഡ്സ്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വാക്കുകൾക്ക് ഇമോഷനുകളെയും ആറ്റിറ്റ്യൂഡുകളെയും ഉണ്ടാക്കാൻ, അതിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. In the scientific use of language, the references should be correct and the relation of references should be logical. ഒരു സയൻറ്റിഫിക് യൂസ് ഓഫ് ലാംഗ്വേജിൽ റെഫറൻസസ്, ഇതിൻ്റെ സൂചനകളൊക്കെ എന്താവണം, ഷുഡ് ബി കറക്റ്റ്, കൃത്യമായതാവണം. ആൻഡ് ദ റിലേഷൻ ഓഫ് ദ റെഫറൻസസ്, ഈ റെഫറൻസിൻ്റെ ബന്ധങ്ങൾ ഷുഡ് ബി ലോജിക്കൽ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ചിന്തിച്ചാൽ ശരിയാണല്ലോ എന്ന് തോന്നിക്കുന്നതാവണം എന്നർത്ഥം. ഇൻ ദ ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജിലോ എനി ട്രൂത്ത് ഓർ ലോജിക്കൽ അറേഞ്ച്മെൻറ്റ് ഈസ് നോട്ട് നെസസറി. അവിടെ ഒരിക്കലും ട്രൂത്ത് ആവണം എന്നോ ലോജിക്കൽ അറേഞ്ച്മെൻറ്റുകൾ ഒരിക്കലും ഈസ് നോട്ട് നെസസറി എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്നർത്ഥം. ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജിൽ ദർ ഇസ് നോ നീഡ് ഓഫ് എനി ട്രൂത്ത്, ഇറ്റ് ഷുഡ് ബി ട്രൂത്ത് ഓർ ലോജിക്കൽ എന്നുള്ളത് അവിടെ നിർബന്ധമായിട്ട് വരുന്നില്ല. ഇറ്റ് മേ വർക്ക് ആസ് ആൻ ഒബ്സ്റ്റക്കിൾ. അതെന്താവാം, ഈ ഒരു ട്രൂത്ത് ആവണം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഒബ്സ്റ്റക്കിൾ ആവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദ ആറ്റിറ്റ്യൂഡ്
due to references should have their emotional interconnection, and this has often no connection with the logical relations of the facts referred to. Attitudes due to ഈ റെഫറൻസ് വെച്ചുകൊണ്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ ഷുഡ് ഹാവ് ദെയർ ഇമോഷണൽ ഇൻ്റർകണക്ഷൻ ഉണ്ടാവണം, വൈകാരികമായിട്ടുള്ള ബന്ധങ്ങൾ അതിനുണ്ടാവണം. ആൻഡ് ദിസ് ഹാസ് ഓഫൻ ടു നോ കണക്ഷൻ വിത്ത് അത്തരം വൈകാരികമായ ബന്ധങ്ങൾ അതിലൂടെ ഉണ്ടാവുകയുള്ളൂ. ഒരിക്കലും എന്തുണ്ടാവില്ല, ലോജിക്കൽ റിലേഷൻസ് ഓഫ് ദ ഫാക്ട്സ് റെഫർ ടു. ഒരിക്കലും അതിൽ ലോജിക്കൽ ഇപ്പോൾ ഉദാഹരണത്തിന് ചില കൃതികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും ലോജിക്ക് അത് ശരിയാവുമോ ഇല്ലേ എന്നുള്ളതൊന്നും ചില നോവലുകൾ മിക്കതും എന്തായിരിക്കാം, ഇമോഷൻസ് ഉണ്ടാക്കുന്നത് മാത്രമായിരിക്കാം, ഇമോട്ടീവ്. അപ്പോൾ അതിലൊരിക്കലും ലോജിക്ക് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതില്ല എന്നുള്ളത്. Richards cites the example of Robinson Crusoe to elucidate that the truth or logic in the emotive language is nothing other than acceptability or probability. അദ്ദേഹം ഉദാഹരണമായിട്ട് കൊണ്ടുവരുന്നത് റോബിൻസൺ ക്രൂസോ എന്നുള്ള ആ ഒരു കൃതിയാണ്, ഒരു നോവൽ. റിച്ചാർഡ് സൈറ്റ്സ് ദ എക്സാമ്പിൾ ഓഫ് റോബിൻസൺ ടു എലുസിഡേറ്റ് ദാറ്റ് ദ ട്രൂത്ത് ഓർ ലോജിക് ഇൻ ദ ഇമോട്ടീവ് ലാംഗ്വേജ്, അതായത് ട്രൂത്ത് അല്ലെങ്കിൽ ലോജിക്ക് എന്ന് പറയുന്നത് ഏതിൽ, ഇൻ ദി ഇമോട്ടീവ് ലാംഗ്വേജ് ഈസ് നത്തിങ് മോർ ദാൻ, അത് ട്രൂത്ത് എന്ന് പറയുന്നത് വെറും ആക്സെപ്റ്റബിലിറ്റി മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക അത്രേ ഉള്ളൂ, അല്ലാതെ ഓർ പ്രോബബിലിറ്റി, അതിന് സാധ്യതകൾ എന്നേ ഉള്ളൂ, അല്ലാതെ ട്രൂത്ത് ലോജിക്ക് എന്നുള്ളത് പരതി നടക്കേണ്ടതില്ല എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം റോബിൻസൺ ക്രൂസോ എന്നുള്ള കൃതിയെ എടുത്തു വെച്ചുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ഇമോട്ടീവ് ലാംഗ്വേജിനെ സൂചിപ്പിക്കുന്നത്. റോബിൻസൺ ക്രൂസോ ഈസ് ട്രൂ ഇൻ ദ സെൻസ് ഓഫ് ദ അക്സസിബിലിറ്റി. അപ്പോൾ ഒരു ഓഫ് തിങ്സ് വി ആർ ടോൾഡ്, അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആക്സസിബിലിറ്റി, അതിനെ നമ്മൾ സ്വീകരിക്കുക എന്നുള്ളൊരു സെൻസിൽ നോക്കുമ്പോൾ ഇറ്റ് ഈസ് ട്രൂ ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദി നറേറ്റീവ്. Whether or not such a person existed in real life is not relevant to the truth of novel. ഒരിക്കലും അത്തരത്തിലുള്ള ഒരാൾ ജീവിച്ചിരുന്നോ എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യേണ്ടതില്ല, പിന്നെ റെലവൻ്റ് അല്ല എന്നർത്ഥം. ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ദ നെറേറ്റീവ്, വെദർ അതിൻ്റെ നെറേറ്റീവിൻ്റെ ഇൻട്രസ്റ്റ് എന്നുള്ള രീതിയിൽ, വെദർ ഓർ നോട്ട് സച്ച് എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ റോബിൻസൺ ക്രൂസോ എന്ന് പറയപ്പെടുന്നത് കപ്പൽ തകർന്ന് ഒരു ദ്വീപിലകപ്പെട്ട് ആ ദ്വീപിലൊരു ജീവിതം തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ ഒരു കഥയാണ്. നിങ്ങൾ പറ്റുമെങ്കിൽ വായിക്കാൻ ശ്രമിക്കുക, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ആ ഒരു സ്റ്റോറി അദ്ദേഹം എടുത്ത് വെച്ചുകൊണ്ട് പറയുന്നത് ആ പേഴ്സൺ എന്നുള്ളത് ഒന്നെങ്കിൽ ഉണ്ടായേക്കാം, അങ്ങനെ റിയൽ ലൈഫിൽ അദ്ദേഹം ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നോട്ട് റെലവൻറ്റ് ടു ദ ട്രൂത്ത് ഓഫ് ദ നോവൽ. അത് ഇനിയില്ല എങ്കിലും അതൊന്നും എന്തല്ല, ആ നോവലിൻ്റെ ട്രൂത്ത് എന്നുള്ളതിനോട് ഒരിക്കലും അത് പിന്നെ പ്രധാനപ്പെട്ടതല്ല എന്നർത്ഥം. അപ്പോൾ നോവൽ എന്നുള്ളത് വെച്ച് നോക്കുമ്പോൾ അതൊരിക്കലും ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇമോട്ടീവ് ലാംഗ്വേജിനെ ഒന്നുകൂടെ എന്ത് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത്. സയൻസ് ഡിമാൻഡ്സ് പ്രിസിഷൻ ആൻഡ് സോ റൂൾസ് ഔട്ട് ഓൾ പോസിബിലിറ്റീസ് എക്സെപ്റ്റ് ദ ലോജിക്കൽ വൺ. സയൻസ് എന്തിന് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ഷോർട്ട്നെസ്, വളരെ പിന്നെ നീട്ടിപ്പരത്തി പറയാനും സയൻസ് ആവശ്യപ്പെടുന്നില്ല. ആൻഡ് സോ റൂൾസ് ഔട്ട് ഓൾ പോസിബിലിറ്റീസ് എക്സെപ്റ്റ് ദ ലോജിക്കൽ വൺ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സയൻസിൻ്റെ നിയമങ്ങൾ എന്ന് പറയുന്നത് റൂൾസ് ഔട്ട് ഓൾ പോസിബിലിറ്റീസ്, ലോജിക്കൽ വണ്ണിനെ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, അത് നിയമമായിട്ട് കാര്യമായിട്ട് കൊണ്ടുവരുള്ളൂ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി ചിന്തിച്ച് മനസ്സിലാവുന്ന കാര്യങ്ങളെ സയൻസ് എന്ത് ചെയ്യുന്നുള്ളൂ, കാര്യമായിട്ട് ആവശ്യപ്പെടുന്നുള്ളൂ എന്നർത്ഥം. ഇൻ റിച്ചാർഡ്സ് വേർഡ്സ്, ഇൻ ഇറ്റ്സ് യൂസ് ഓഫ് വേർഡ്സ്, പോയട്രി ഈസ് ഡിഫറെൻറ്റ് ഫ്രം സയൻസ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഇൻ ഇറ്റ്സ് യൂസ് ഓഫ് വേർഡ്സ്, വാക്കുകളുടെ പ്രയോഗങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ പോയട്രി ഈസ് ഡിഫറെൻറ്റ് ഫ്രം സയൻസ്. പോയട്രി എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം സയൻസ്, സയൻസിൽ നിന്ന് പരിപൂർണമായിട്ട് എന്താണ്, വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. വെരീസ് ഡെഫിനറ്റ് തോട്ട്സ് occur, but not because the words are chosen as logically to bar out all the possibilities but one. വെരി ഡെഫിനറ്റ്, കൃത്യമായിട്ട് ഉള്ള തോട്ടുകൾ ഡോക്യൂർ, അതിലുള്ള കൃത്യമായ ചിന്തകൾ അതിൽ സംഭവിക്കുന്നുണ്ട്. ബട്ട് നോട്ട് ബിക്കോസ് ദ വേർഡ്സ് ആർ ചോസൺ. അത് എന്തുകൊണ്ടല്ല, വെറും ആ വാക്കുകൾ ചോസൺ ആയതുകൊണ്ട്, ലോജിക്കലായി ചോസൺ ചെയ്തുകൊണ്ടല്ല. പിന്നെ അതായത് പോയട്രികളിൽ ഈ തോട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായി തന്നെ സംഭവിക്കുന്നു. അത് വാക്കുകൾ കൃത്യമായി തന്നെ ലോജിക്കലായിട്ട് തിരഞ്ഞെടുത്തുകൊണ്ടത് മാത്രമല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ആസ് എ കൺക്ലൂഷൻ, അയർ റിച്ചാർഡ്, നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളൊന്ന്. അയർ റിച്ചാർഡ്, അദ്ദേഹം ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ഓഫ് 20th century ലിറ്റററി ക്രിറ്റിസം, 20ാം നൂറ്റാണ്ടിലെ ലിറ്റററി ക്രിറ്റിസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഗർ. മറ്റൊന്ന് സയൻറ്റിഫിക് ബേസിസ് ഫോർ ക്രിട്ടിക്കൽ എക്സസൈസ്, അദ്ദേഹത്തിൻ്റെ പിന്നെ സയൻറ്റിഫിക് ബേസിസ്, ക്രിട്ടിക്കൽ എക്സസൈസ്, അതായത് ക്രിറ്റിസത്തിന് വേണ്ടി അദ്ദേഹം കൊണ്ടുവരുന്ന സയൻറ്റിഫിക്കൽ ബേസിസാണ് രണ്ടാമത് ചർച്ച ചെയ്തത്. പിന്നെ പ്രൊപ്പണൻ്റ് ഓഫ് പ്രാക്ടിക്കൽ ക്രിറ്റിസം എന്നുള്ളത് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. പിന്നെ ഫോർത്ത് കൈൻഡ്സ് ഓഫ്
മീനിങ് ഓഫ് ലാംഗ്വേജ്, ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം 4 കാര്യങ്ങൾ ചർച്ച ചെയ്തു. സെൻസ്, ഫീലിംഗ്, ടോണ്, ഇൻറ്റൻഷൻ. ലാസ്റ്റ്ലി 4 എന്താണെന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. പിന്നെ സയൻറ്റിഫിക് ആൻഡ് ഇമോട്ടീവ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്നുള്ളതും ശാസ്ത്രീയപരമായിട്ട് ഇമോട്ടീവായിട്ടുള്ള യൂസ്, ഭാഷയുടെ ഇത്തരം പദപ്രയോഗങ്ങളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്തു, ചർച്ച ചെയ്തു. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ.